ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സഹപാഠികൾ പീഡിപ്പിച്ചതായി 13 വയസ്സുകാരി വ്യാജ പരാതി നൽകിയ കേസിൽ പോലീസിനെതിരെ ആരോപണവുമായി എത്തുന്നു 20 വയസ്സുകാരൻ. വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം. പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി കാൽവെള്ളയുടെ അടിയിൽ ചൂരൽ വെച്ചടിച്ചു. തലമുടിയിലും ചെവിയിലും പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയെന്നും യുവാവ് റിപ്പോർട്ടറോട് പറഞ്ഞു. 20-കാരന്റെ സഹോദരനെയും പോലീസ് മർദ്ദിച്ചെന്ന ആരോപണമുണ്ട്. ചീത്ത വിളിച്ചിട്ട് എന്നെ ഒരു മൂലയിൽ കൊണ്ടിരുത്തിയിട്ട് കാൽ നീട്ടി വെപ്പിച്ചിട്ട് ചൂരലുകൊണ്ട് അടിക്കുമായിരുന്നു കാലിൻ്റെ വെള്ളയ്ക്ക്. എന്നിട്ട് ബൂട്ടിട്ട് കാലിലൊക്കെ ചവിട്ടി അതിൻ്റെ പാടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെവിക്ക് പിടിച്ചിട്ട് 2 ചെവിയും പിടിച്ചിട്ട് പൊക്കി ചെവി മുടിയിലൊക്കെ പിടിച്ച് വലിച്ചു. പിന്നെ കാലിൻ്റെ വെള്ളയിൽ അടിച്ച പാടുകളുണ്ട്. പിന്നെ ചെവിയുടെ ബാക്കിൽ പാടുണ്ട്, ചെവി പിടിച്ച് വലിച്ചതിൻ്റെ. പിന്നെ മുടി പറിച്ച് മുടി. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഒന്നടങ്കം ഞെട്ടിയൊരു സംഭവമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13-കാരിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അത് ഇപ്പോൾ വ്യാജമാണെന്നാണ് ആ കുട്ടി തന്നെ മൊഴി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരുത്തനെ കൊണ്ടുപോയി അവൻ്റെ കാലിൻ്റെ അടിയിൽ ചൂരലുകൊണ്ട് ലാത്തിയോട് അടിച്ച് അതിനൊരു തീരുമാനമാക്കി അവൻ്റെ മൂക്കിലിട്ടുണ്ട്. അപ്പം ഈ വ്യാജ പരാതി കൊടുത്ത ഈ പെൺകുട്ടിയോ 13 വയസ്സായിട്ടുള്ളൂ. അവളെ തന്തേനെ കൊണ്ടുവന്ന് ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റുമോ? മോളെ ഇതേപോലെ വളർത്തിയതിന് ഇവള് ഇപ്പൊ സഹപാഠികൾ 10 പേർ സഹപാഠികൾ ചേർന്ന് അവളെ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. 13 വയസ്സായിട്ടുള്ളൂ ആ കുട്ടിക്ക്. ആ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നും പറഞ്ഞ 6 പേരെ ഇവർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു, ചോദ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടി പോയിട്ട് ആത്മഹത്യ ചെയ്യണമെങ്കിലോ ആർക്ക് പോയി? അവരുടെ കുടുംബത്തിന് പോയി. പോലീസുകാരുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഏതെങ്കിലും ഇതേപോലത്തുള്ള പൊന്നാര മക്കൾ വന്ന് ഇങ്ങനെ തൊള്ളെ തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ അതിൽ സത്യാവസ്ഥ എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് പിടിച്ചു വരുത്തി നിങ്ങൾ ചതക്കി എന്തുവേണമെങ്കിലും ചെയ്യും, സത്യം ഉണ്ടെങ്കിൽ മാത്രം. അല്ലാണ്ട് ഒരു പെണ്ണ് കണ്ണീര് ഒലിപ്പിച്ച് വന്ന് എന്നെ പീഡിപ്പിച്ചു, അവർക്ക് ആകെപ്പാട് അറിയാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അവരുടെ വജ്രായുധമാണെന്ന്. അത് എല്ലാ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നില്ലാന്ന് ഈ സോഷ്യൽ മീഡിയയിലും. ഇതിപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 2 പെണ്ണുങ്ങളെ കുറിച്ച്. ഇപ്പൊ ഇതേ വളർന്നു വരുന്ന തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളാണെന്ന് ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ. ഞാൻ 2 ദിവസം മുന്നേ ഇട്ടല്ലേ, അവരൊക്കെ കണ്ടു പഠിക്കുന്ന മുതലുകളാണ് ഈ വളർന്നു വരുന്നത്. ഷിംജിത, ഗ്രീഷ്മ, ഇവരൊക്കെ എന്താ പറയാ, അവരൊക്കെ അനുയായികളായിട്ട് വളർന്നു വരുന്ന കുറെ പെങ്കൊച്ചുങ്ങളുണ്ടെന്ന്. 13 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ. അവളാരത്തി തന്നെ പോയിട്ട് സ്കൂളിൽ പോയി പറയാം 10 പേര് എന്നെ അവിടെ ഇവിടെ കൊണ്ട് പീഡിപ്പിച്ചു എന്ന്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ 6 ആൺപിള്ളേരെ കൊണ്ടുപോയി പോലീസുകാർ ചോദ്യം ചെയ്തു. അവര് ഏതെങ്കിലും ഒരുത്തം പോയിട്ട് കെട്ടി തൂക്കി ചാവണമെങ്കിലും വേണ്ട. ഇപ്പൊ ഈ 20 വയസ്സായ പയ്യൻ ഈ പോലീസുകാരുടെ കൈ കൊണ്ട് ചാവണമെങ്കിൽ തല്ലോണ്ട് ചത്ത കഴിഞ്ഞാലോ ആ പോലീസുകാരുടെ തീരുമാനമാവും. ഈ ചെക്കൻ്റെ കുടുംബത്തിൽ ഈ ചെക്കൻ്റെ കാര്യം ചെയ്ത തീരുമാനമാവും. ഓരോ പെണ്ണുങ്ങളുടെ അടുത്തും പറയാനുള്ളതാ. ഇതേപോലെ വ്യാജ പരാതിയായി നിങ്ങളിനി പോലീസ് സ്റ്റേഷനിൽ കയറി ഇത് വ്യാജാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ആണുങ്ങൾ നടക്കുന്നേത് കൈവയ്ക്കും. ഈ മാതിരി ചെറ്റത്തരത്തിന് വള്ളം വെച്ചു കൊടുക്കരുത്. സ്ത്രീകൾക്ക് പരിഗണന, എല്ലാവർക്കും പരിഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു KSRTC ബസ്സിൽ ഒരു ആണിന് കയറാനുള്ള ഒരു സൂചി കുത്താനുള്ള സ്ഥലമില്ലാന്ന്. ഓർഡിനറി ചില സ്ഥലങ്ങളിലൊക്കെ ഓർഡിനറി 1 or 2 ഉള്ളൂ. ഉച്ചയ്ക്ക് ജോലി അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ഈ ബസ് വരണ 2 മണിക്കൂർ 3 മണിക്കൂർ കാത്തുക്കാന്ന്. അത് ബസ് കൊടുത്ത് പോകാനുള്ള പൈസ ഇല്ലാണ്ടല്ല, അവർക്ക് എന്തോ ആവാലോ. ആകപ്പാടെ ഒരു 5 or 6 സീറ്റ് ആണുങ്ങൾക്ക് ഒഴിച്ചു വിടുന്ന പരിപാടിയില്ലാന്ന്. അതിൽ കുത്തി നിറയ്ക്കണേ. ഏതാണ്ട് ഇവർക്ക് സ്ത്രീധനം കൊടുത്ത പോലെയാണ് സ്ത്രീകൾ മൊത്തം കയറേണ്ട ഇറങ്ങിയേക്കണത്. പ്രായമായ കാരണന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അല്ലാന്ന്. ഇതൊക്കെ ഈ കുടുംബത്തെ ഒരു കുഴപ്പമില്ലാണ്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ് ഈ ഓസിന് പോണത്. ആണുങ്ങൾക്കൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലാന്ന്. ഒരു തരി സ്ഥലം പോലും ഇല്ലാന്ന്. ഈ ഉള്ളേരിയയിലൊക്കെ ഓർഡിനറി ബസ് പോകണമെന്നുണ്ട്. അവിടേക്കൊക്കെ ആണുങ്ങളൊക്കെ വളരെ എന്താ വയനാടൊക്കെ കുറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കണേ റോഡിൽ. കാരണം ഈ ബസ് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നിറച്ച് പെണ്ണുങ്ങളെ കയറിയിരിക്കണേ. എന്തുകൊണ്ട്? പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്. അവർക്ക് അതിൻ്റെ ഉള്ളിലേക്കും കയറി പോവാ. ആരെ കുറിച്ച് എന്ത് തോന്നിയ ദിവസവും പറഞ്ഞുണ്ടാക്കാം. ആണുങ്ങളവിടെ മിണ്ടാണ്ട് അവിടെ ഇരിക്കുന്ന ഇപ്പൊ കണ്ടില്ലേ 13 വയസ്സായി. ഇതേപോലുള്ള ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്ന ഫെമിനിസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിളമ്പണ പന്ന പെണ്ണുങ്ങൾ കാരണം കൊണ്ട് ഇപ്പൊ വളർന്നു വരുന്ന ഓരോന്നിനും കണ്ടില്ലേ. നന്നാവും. രാഷ്ട്രീയക്കാരൊന്നും ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടീനെ കുറിച്ച് മാത്രം ചിന്തിക്കുക.
വളർന്നു വരുന്ന തലമുറ ഏത് വഴിക്കാണ് ഈ പോണേന്നൊന്നും ചിന്തിക്കരുത്. വരനാട്ടി മുന്നേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആപത്ത് വരനാട്ടി മുന്നേ തടയിടാൻ നിൽക്കരുത്. വന്നു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കാണിച്ചു വിട്ട് സോഷ്യൽ മീഡിയ പെൺപിള്ളേരുള്ള അമ്മമാരുടെ അടുത്ത് അപ്പന്മാരടുത്തും പറയാനുള്ളത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അല്ലെങ്കിൽ തലയോടെ മുണ്ടിട്ട് അടക്കേണ്ട വരും. ഇത്ര പറയാനുള്ളൂ. 13 വയസ്സായ പെൺകുട്ടീന് 10 പേര് അവളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവള് ഇതാക്കിയാണത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ. കാരണമാണ് കൂട്ടുകാരൻ, അതായത് അവളുടെ ലവർ, അവളുടെ പ്രേമം പൊളിഞ്ഞു എന്ന് നമ്മളെ